മാം മാം ഞാൻ വർക്കിലായാലും സ്റ്റഡീസിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അച്ചീവ്മെൻറ്റ്സ് മറ്റുള്ളവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ആ അച്ചീവ്മെൻറ്റ്സിനോട് കണക്റ്റ് ചെയ്യാനോ അതിനോട് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും തോന്നാറില്ല. എനിക്കെപ്പോഴും അതിനോടൊരു ഫ്ലാറ്റ് ഫീലിംഗാണ് തോന്നുന്നത്. അതെന്താ അങ്ങനെ? ബേസിക്കലി ഫേസ് ചെയ്യുന്നത് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ബേൺ ഔട്ടാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു അച്ചീവ്മെന്റ് നേടുകയും പിന്നീട് അതിനെപ്പറ്റി നമുക്കൊരു ഗ്രേറ്റ്നെസ് തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതെന്ന് പറയുന്ന അഹങ്കാരമല്ല കേട്ടോ. നമുക്ക് വരുന്ന ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ. അതൊരു ഇമോഷണൽ ആയിട്ട് ഒരു നീഡാണ് മനുഷ്യൻ്റെ. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത് കൂടുതലും സ്ഥിരമായ അച്ചീവ്മെന്റ്സ് വരുന്ന ഒരാൾക്കാർക്കോ ഓവർ അച്ചീവേഴ്സിനോ ആണ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കുറെ അച്ചീവ്മെന്റ്സ് ഇങ്ങനെ കിട്ടി കിട്ടി നമുക്ക് അതൊന്ന് യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ ഓർക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു സാലറി ഹൈക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആ സാലറി ഹൈക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മൾ എത്രയോ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നു, ആ അതിൽ എനിക്ക് മാത്രമേ ഒരു സാലറി ഹൈക്ക് കിട്ടിയുള്ളൂ എന്നുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എപ്പോഴും ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തും. അഹങ്കാരമല്ല. വി ഫീൽ കണക്റ്റഡ് ടു ദാറ്റ് ഇമോഷൻ, അല്ലെങ്കിൽ വി ഫീൽ കണക്റ്റഡ് ടു ദാറ്റ് സക്സസ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ അടുത്ത് നമ്മളിത് പറയുമ്പോൾ അവർ നമ്മുടെ അച്ചീവ്മെന്റ്സിനെ വളരെ പോസിറ്റീവായിട്ട് ഉയർത്തി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാരുടെ നമ്മളിത് പറയുമ്പോൾ അവർ പറയും, അത് ശരി, അത് വലിയൊരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രം നമ്മുടെ സക്സസ് ഷെയർ. അപ്പോൾ അവരുടെ വാക്കുകളിലൂടെ നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. സോ ഇതാണ് ചെയ്യേണ്ടത്.